ഹലോ ഗായ്സ്, ഇന്ന് ഞാനൊരു ഉമ്മയതിൻ്റെ 6ാമത്തെ ആനിവേഴ്സറി ആണ്. എതുൻ്റെ 6ാമത്തെ ബർത്ത്ഡേ. രാവിലെ അവളെ സ്കൂളിലാക്കി പിന്നെ നമ്മൾ നേരെ പേരാമ്പ്രക്ക് വിളിച്ചു പിടിച്ചിട്ടോ. ചായസിൽ പോയി ഒരു ചായയും പാസ്തയും ഒക്കെ കഴിച്ച് നമ്മളെ വയറും മനസ്സൊക്കെ ആദ്യം തന്നെ നിറച്ചു. അടുത്തതായിട്ട് ഒക്കെയുള്ള ഓരോ ഗിഫ്റ്റ് മേടിക്കലാണ്. ആദ്യം തന്നെ നമ്മളൊരു ഡ്രസ്സ് മേടിച്ചിട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു ജ്വല്ലറിയാണ് മേടിക്കുന്നത്. ഒക്കെ ഒരു റിങ് മേടിക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഒരു റിങ്ങും മേടിച്ച് പിന്നെ ബാദുഷയിൽ പോയിട്ട് അവിടുന്ന് കുറച്ച് ഡെക്കറേഷൻസ് ഉള്ള ഐറ്റംസും പിന്നെ വേറെ ഷോപ്പിൽ പോയി ഒരു സൈക്കിളും മേടിച്ചിട്ടോ. പലൂതയിലാണ് നമ്മൾ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായത്. നല്ല അടിപൊളിയായിട്ട് ഒരു ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് അവർ ചെയ്ത്. എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്ക് കുറച്ച് ലേറ്റ് ആയിരുന്നു കേട്ടോ. എങ്കിലും നമ്മൾ കസിൻസ് എല്ലാവരും കൂടിയിട്ട് ഡെക്കറേഷൻസിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാണ്. എതുവിന്റെ ബർത്ത്ഡേ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. അങ്ങനെ ഞാൻ എന്തെങ്കിലുമൊക്കെ അവളെ ബർത്ത്ഡേക്ക് സ്പെഷ്യൽ ആക്കാനും നോക്കാറുണ്ട്. അങ്ങനെ ഉള്ള ഡ്രസ്സെല്ലാം മാറ്റിച്ച് നമ്മൾ എല്ലാവരും ഒരു ബ്ലാക്ക് ഡ്രസ്സാണ് വെയർ ചെയ്തിട്ടായത്. ഇത് തീരെ പ്രിപ്പയർഡ് അല്ലായിരുന്നു, പക്ഷെ അവസാനം ഇങ്ങനെയായി. അങ്ങനെ ഫൈനലി ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ കേക്ക് കട്ടിങ്ങിന്റെ ഒരു ടൈമായി. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ട് എൻ്റെ ലൈഫിലേക്ക് വന്ന ഒരാളാണ് കേട്ടോ എതു. ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്തായാലും ഞാൻ ഒരു പെൺകുട്ടി വേണം എന്നൊക്കെ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട് എനിക്ക്. അങ്ങനെ ഞാൻ എന്താ പറയുക, ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു മൂമെൻ്റ് ആയിരുന്നു എതുവിൻ്റെ ഡെലിവറിയുള്ള ആ ഒരു ടൈം. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് ഓളെല്ലാവർക്കും കൊടുത്ത് എത്ര പെട്ടെന്നാണല്ലേ വർഷങ്ങളൊക്കെ ഇങ്ങനെ കടന്നു പോകുന്നത്. എനിക്കിപ്പോൾ ഓളെ കാണുമ്പോഴേ അന്ന് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആ ഒരു ടൈമൊക്കെയാണ് എനിക്കിങ്ങനെ ഓർമ്മ വരുന്നത്. ഇതിൽ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്ന സമയത്തും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരാളാണ് കേട്ടോ എതു. ഓളെ ഫേസ് കാണുമ്പോഴും ഓളെ ഒരു ചിരി കാണുന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഹീലിംഗ് എഫക്റ്റ് എപ്പോഴും കിട്ടാറുണ്ട്. അങ്ങനെ ഓൾ ആഗ്രഹിച്ച പോലെ ഒക്കെ കുറേ ഗിഫ്റ്റൊക്കെ കിട്ടിട്ടോ. അങ്ങനെ ഓൾ ബർത്ത്ഡേ നല്ലോണം എൻജോയ് ചെയ്ത് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഈ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ അങ്ങനെ അവിടെ